ജാസ്മിൻ അപ്സരെ അടിച്ച് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. സോഷ്യൽ മീഡിയ മുഴുവനും ഈ ഒരു ന്യൂസ് ആണ് പരക്കുന്നത്. സത്യം എന്താണ്? അതായത് ചില ആൾക്കാർ പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, പക്ഷേ ജാസ്മിന് ലാസ്റ്റ് വാർണിംഗ് ലഭിച്ചിട്ടുണ്ട്. ജാസ്മിൻ വീട്ടിൽ തന്നെ തുടരുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് അടിക്കുന്നില്ല. അവിടെ ഒരു വലിയൊരു വാഗ്വാദം നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ജാസ്മിൻ അപ്സരെ ഉന്തിയതാണ്. അപ്സരയ്ക്ക് പരാതി ഇല്ലാത്തത് കൊണ്ട് ജാസ്മിനെതിരെ ആക്ഷൻ എടുത്തിട്ടില്ല എന്നൊക്കെയാണ്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നാളത്തെ ലൈവിലാണ് നമുക്കത് കാണാൻ കഴിയുക. ഈവൻ അവിടെ ഒരു അടി നടന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് എപ്പിസോഡിലും ലൈവിലും കാണിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം റസ്മിൻ ജാസ്മിൻ സംഭവം കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ നടന്ന കാര്യം എന്തായാലും നമുക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടായെന്ന് വരില്ല. അപ്പൊ അതിന്റെ പേരിൽ ഇനിയിപ്പോ വാണിംഗ് കൊടുക്കുകയാണെങ്കിലും നമുക്ക് അവിടെ ഒരു ഫിസിക്കൽ അസാൾട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയാതെ നമുക്ക് അതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം റസ്മിൻ വിഷയത്തിൽ അടിച്ചിട്ടുണ്ടത് ജാസ്മിനും അപ്സരയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും വാണിംഗ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇനി അങ്ങോട്ട് ഒരു ഫിസിക്കൽ അസാൾട്ട് നടന്നാൽ പോലും ബിഗ് ബോസ് ഹൗസിൽ അല്ലെങ്കിൽ എപ്പിസോഡിൽ കാണിക്കാത്തൊരു അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഫെയർ ആണോ അൺഫെയർ ആണോ നടന്നത് എന്ന് അറിയാനുള്ള ഒരു വകുപ്പും ഇല്ല. ഇനി ജാസ്മിന്റെ കേസ് ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു വലിയ ഫിസിക്കൽ അസാൾട്ട് പോലെയുള്ളത് നടന്നാൽ മാത്രമായിരിക്കും പുറത്താക്കുക. ചെറിയൊരു ഫിസിക്കൽ അസാൾട്ട് ആണെങ്കിൽ എന്തായാലും വാണിംഗ് മാത്രമായിരിക്കും കൊടുക്കുക. അപ്പൊ ഏതായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ഒഫീഷ്യൽ ആയിട്ട് വന്നിട്ടില്ല. പുറത്താക്കിയെന്ന് ചിലർ പറയുന്നുണ്ട്, പുറത്താക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഈ രീതിയിലാണ് ന്യൂസുകൾ പരക്കുന്നത്. ഒരു കാര്യം വരെ നാളത്തെ എപ്പിസോഡ് കണ്ടാൽ പോലും ആ ഒരു ഭാഗം കാണിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ആധികാരികമായിട്ട് ഒരാൾക്കും ഒരു അഭിപ്രായം പറയാനുള്ള ഒരു അവസരം ഉണ്ടാകില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.